ഹായ്, നമ്മുടെ പപ്പായയുടെ വിത്തുകളെ നമ്മൾ നടാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വിത്തുകൾ ഒരു അരമണിക്കൂറെങ്കിലും സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുക. വിത്തുകൾ സ്യൂഡോമോണസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അത് വൈകുന്നേരമാണത് നല്ലത്, അരമണിക്കൂറെങ്കിലും എന്നാണ് പറഞ്ഞത്. ഒരു 6 മണിക്കൂർ വരെയൊക്കെ നമുക്കിടാം. ഇതുപോലെ കുറച്ചെടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇതങ്ങ് ഒരുപാട് വെള്ളമാക്കണ്ട, ഒരു പേസ്റ്റ് പോലെ ആക്കുക. ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഈ വിത്തുകളിലത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂർ. നമുക്കിനി സീഡ്സ് നടാനുള്ള പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയ ആട്ടിൻപുഴുക്കാണ്. അത്യാവശ്യം നന്നായിട്ട് ഇത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സീപ്പോം എന്ന് പറയും. സീപ്പോമിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട്. ഞാൻ നടുന്നത് പേപ്പർ കപ്പിലാണ്. അപ്പോൾ ഒരു കപ്പിൽ ഒരു സീഡ് വെച്ച് നടാനാണ്. എനിക്ക് 30 സീഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 30 കപ്പ് നമുക്ക് ഇതിനായിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മണ്ണും കൂടെ വേണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്യൂഡോമോണസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മണ്ണും ഇതും കൂടി ആട്ടുംപുഴുക്കും, ഈ ആട്ടുംപുഴുക്ക് തന്നെ അല്ല ചാണകപ്പൊടി ഇടാം, അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇതൊക്കെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കപ്പിൽ നിറയ്ക്കാം. ഓക്കെ, നമ്മുടെ പോട്ടിംഗ് മിക്സറിലേക്ക് ഞാൻ മണ്ണും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് വിത്ത് നടാനും നമുക്കിത് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിരിക്കും. അത്യാവശ്യം വളങ്ങൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സീപ്പോം ഇട്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം അബ്സോർവ് ചെയ്ത് നിൽക്കും, നന അധികം വേണ്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ സ്യൂഡോമോണസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഞാനതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പേപ്പർ കപ്പ് നമ്മുടെ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡായിട്ടുകൊണ്ടാണ് പറയണത്. പേപ്പർ കപ്പ് തന്നെയെന്നല്ല, അതുപോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പം 100 എണ്ണത്തിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചു, 50 രൂപ, അതായത് ഒരു കപ്പിന് 50 പൈസയാണ് നമുക്കായിട്ടുള്ളത്. അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ പേപ്പർ കപ്പ് എന്ന് പറയുന്നത്. ഞാൻ പേപ്പർ കപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പേപ്പർ കപ്പിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ പേപ്പർ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന് താഴെ ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട്. വെള്ളം കെട്ടി എന്നാൽ വേരുകളൊക്കെ, വിത്തുകൾ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞാനിതുപോലെ ഒരു നൈഫ് എടുത്തിട്ട് ഒരു 5 എണ്ണം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ മേളിൽ നിന്ന് ഒരു താഴോട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യും. അപ്പോൾ 2 ഹോൾസ് വീഴും എല്ലാത്തിലും. ഓക്കെ, ഞാനിതിൽ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സ് നിറയ്ക്കാം. അതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. ഒരുപാട് അമങ്ങിപ്പോകരുത്, ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടി ഒന്ന് ലെവൽ ചെയ്യണം. അങ്ങനെ നമുക്കിതെല്ലാം നിറച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിത്തുകൾ നടണം. വിത്തുകൾ നടാൻ വേണ്ടിയിട്ട് ആഴം എത്രത്തോളം ആഴത്തിൽ, അത് വിത്തിൻ്റെ വലിപ്പം എത്രയാണോ അത്രയും ആഴത്തിൽ നടണം. അപ്പം നമ്മുടെ പപ്പായ ചെറിയ വിത്തുകളാണ്, അതുകൊണ്ട് ചെറിയൊരു ഹോൾ ഇടുക. നമ്മൾ സ്യൂഡോമോണസിൽ മുക്കി വെച്ചതാണ്, ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഈ മണ്ണിട്ട് മൂടുക. കുറച്ച് മണ്ണ് മേളിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിത്തിടുക എന്നുള്ള പരിപാടി നടന്നു കഴിഞ്ഞു. ഇനി ഞാനത് നേരിട്ട് വെയിലല്ല വെക്കുന്നത്, നമ്മൾ അത്യാവശ്യം ഷെയ്ഡിലാണ് വെക്കുന്നത്. എന്നാൽ സൂര്യപ്രകാശം കിട്ടണം. ഒരുപാട് എന്താണ് ഇവർ തന്നെ ഇതിൽ പറയുന്ന റെക്കമെൻഡഡ് ഡിഗ്രി എന്ന് പറയുന്നത് 20 ഡിഗ്രി ചൂടിലാണ് വെക്കാൻ പറയുന്നത്. നേരിട്ട് സൺലൈറ്റിൽ വെക്കരുത്. ഇത് ജെർമിനേഷൻ ആയതിനു ശേഷം, അതായത് വിത്തുകളൊക്കെ മുളച്ച് വന്നതിന് ശേഷം 1-2 ഇലകൾ വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിലിലേക്ക് മാറ്റി വെക്കാം.
അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് ഡയറക്റ്റ് കപ്പിലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വിത്ത് ഒരുപാട് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് കാണിച്ച സ്പ്രെയർ ഉണ്ടല്ലോ, സ്പ്രെയർ വെച്ചിട്ട് അതിൻ്റെ ഫോഴ്സ് ഏറ്റവും കുറച്ച് വെച്ചിട്ട് നൈസായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജസ് തൈകളൊക്കെ ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഇടാം. താങ്ക് യു.